ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ PYQ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. T.S. Eliot's comment, certainly the most notable and most important ever written by any English poets, refer to the dash of this English romantic poet. ഇവിടെ T.S. Eliotന്റെ ഒരു കോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് കോട്ട്? Certainly the most notable and most important ever written by any English poet. അപ്പൊ ഇത് ഏത് റൈറ്ററിന്റെ എന്ത് ടൈപ്പ് ഓഫ് വർക്കിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓഡ്സ്, സോണറ്റ്സ്, ലെറ്റേഴ്സ് ആൻഡ് സെറ്റേഴ്സ്. ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റിനെ പറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ലെറ്റേഴ്സ് ആണ്. ജോൺ കീറ്റ്സിന്റെ ലെറ്റേഴ്സിനെ പറ്റിയാണ് T.S. Eliot ഈ കോട്ട് പറഞ്ഞിട്ടുള്ളത്. Keats' letters were first published in 1848 and 1878. T.S. Eliot called them certainly the most notable and most important ever written by any English poet in his work The Use of Poetry and the Use of Criticism 1937. T.S. Eliotന്റെ The Use of Poetry and the Use of Criticism എന്ന 1937 പബ്ലിഷ് ചെയ്ത വർക്കിലാണ് ഈ കോട്ട് പറഞ്ഞിട്ടുള്ളത്. ജോൺ കീറ്റ്സിന്റെ ലെറ്റേഴ്സിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം വരുന്നത് which is the syllable stressed in the word environment. അപ്പോൾ എൻവയൺമെന്റ് എന്ന വാക്കിൽ എത്രാമത്തെ സിലബിൾ ആണ് സ്ട്രെസ്ഡ് ആയിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സെക്കൻഡ് ആണ്. അവിടെ ഇതിന്റെ ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എൻവയൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സിലബിളിനാണ് അവിടെ സ്ട്രെസ് വരുന്നത്. അതാണ് അവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എൻവയൺമെന്റ് എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. അടുത്ത ചോദ്യം, a woman must have money and a room of her own if she is to write fiction. The feminist who held the opinion. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് അല്ലെ. ഫിക്ഷൻ എഴുതാനായിട്ട് ഒരു സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് മണി ആൻഡ് എ റൂം ഓഫ് ഹെർ ഓൺ. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് വിർജീനിയ വുൾഫിന്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന വർക്കിലാണ്. അതിലാണ് വിർജീനിയ വുൾഫ് പറയുന്നത്, in order for a woman to write fiction she must have two things, certainly a room of her own with key and lock and enough money to support herself. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ദ ടേം മിറർ ഫേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഇത് സൈക്കോ അനാലിസിസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. മിറർ ഫേസ് ഏത് സൈക്കോ അനലിസ്റ്റുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നാണ്. ഫ്രോയിഡ്, ലക്കാൻ, ലോക്ക് ആൻഡ് ക്ലെയിൻ. ആൻസർ ആരാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ജാക്ക് ലക്കാൻ ആണ്. The term mirror face is associated with the psychoanalytic theory of Jacques Lacan. The mirror phase is a stage of development that occurs when an infant recognizes themselves in mirror, usually between the ages of 6 and 18 months. 6 മാസത്തിന്റെയും 18 മാസത്തിന്റെയും ഇടയിൽ ഒരു ഇൻഫന്റ് സ്വയം ഇമേജ് ഒരു കണ്ണാടിയിൽ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിനെയാണ് മിറർ സ്റ്റേജ് എന്ന് ജാക്ക് ലക്കാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് മിസസ് മാലപ്രോപ്പ് ഈസ് എ ക്യാരക്ടർ ഇൻ ഷെറിഡൻസ്. ഷെറിഡന്റെ ഏത് പ്ലേയിലെ ക്യാരക്ടറാണ് മിസസ് മാലപ്രോപ്പ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് സ്കൂൾ ഫോർ സ്കാൻഡൽ, ദ റൈവൽസ്, ദ ക്യാമ്പയിൻ ആൻഡ് ദ ക്രിട്ടിക്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. റൈവൽസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1775 ഷെറിഡന്റെ റൈവൽസ് എന്നുള്ള പ്ലേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി മിസസ് മാലപ്രോപ്പ് എന്ന ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകൾ തെറ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മിസസ് മാലപ്രോപ്പ്. ആ വാക്കുമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വാക്കായിരിക്കും മാലപ്രോപ്പ് പറയുക. അപ്പൊ അങ്ങനെ പറയുന്ന രീതിയെ മാലപ്രോപ്പിസം എന്നും പറയാറുണ്ട്. അത് ഈ ക്യാരക്ടറിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ മാലപ്രോപ്പ് വരുന്നത് ദ റൈവൽസ് എന്നുള്ള പ്ലേയിലാണ്. അടുത്ത ചോദ്യം, ഹൂ റോട്ട് ദ എസ്സേ ദ ഡെത്ത് ഓഫ് ദ ഓതർ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഡെത്ത് ഓഫ് ദ ഓതർ. ആൻസർ വരുന്നത് റൊലാൻഡ് ബാർത്സ് ആണ്. റൊലാൻഡ് ബാർത്സിന്റെ 1967 പബ്ലിഷ് ചെയ്തിട്ടുള്ള എസ്സേ ആണ് ദ ഡെത്ത് ഓഫ് ദ ഓതർ. ലിറ്റററി വർക്ക്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഓതറിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നതിന് എതിരെയാണ് ബാർത്സ് ദ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന വർക്കിൽ പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു വർക്ക് എഴുതി കഴിഞ്ഞാൽ അവിടെ ഓതറിന്റെ ഡെത്ത് സംഭവിക്കുകയാണെന്നാണ്. അതിനുശേഷം അവിടെ ഓതറിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ആ വർക്കിനെ മാത്രമായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് ദ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന വർക്കിൽ ബാർത്സ് പറയുന്നത്. In this work, Barthes argues against the traditional practice of incorporating the intentions and biographical context of an author into textual interpretation because of the resultant limitations imposed on a text. അത് ആ വർക്ക് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് അതിന് കൊണ്ടുവരും. അതുകൊണ്ടാണ് അതിനെതിരെ ബാർത്സ് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത് the periodical in which Charles Lamb published his essays under the pseudonym Elia. അപ്പോൾ
എലിയ എന്ന സ്യൂഡോണിമിൽ ചാൾസ് ലാം കുറെ എസ്സേസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഏത് മാഗസീനിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലണ്ടൻ മാഗസിൻ, ജെന്റിൽമാൻസ് മാഗസിൻ, ദ സ്പെക്ടേറ്റർ ആൻഡ് ദ ടാറ്റ്ലർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ലണ്ടൻ മാഗസീനിലാണ് Charles Lamb published his essays under the pseudonym Elia in the London magazine. He started publishing in 1820 and the essays were so popular that a book collection was published in 1823. അപ്പോൾ 1820-ലാണ് ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള എസ്സേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1823-ൽ ചാൾസ് ലാമിന്റെ എസ്സേസ് ബുക്ക് കളക്ഷൻ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്യൂഡോണിം വരുന്നത് എലിയ എന്നാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഹമാർഷ്യ ഇൻ ദ ക്യാരക്ടർ ഓഫ് ഹാംലെറ്റ്? ഹാംലെറ്റിന്റെ ക്യാരക്ടറിലെ ഹമാർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാജിക് ഫ്ലോ. ആ ക്യാരക്ടറിനെ ആ ട്രാജഡിയിലേക്ക് നയിക്കുന്ന ആ കാര്യം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ, വാൾത്തിങ് അംബീഷൻ, ജലസി ആൻഡ് കോൺഫിഡൻസ്. അപ്പം ഹാംലെറ്റ് ആണ് അല്ലെ. അപ്പൊ ഹാംലെറ്റിന്റെ ഹമാർഷ്യ എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. ഇൻ ഹാംലെറ്റ്, പ്രിൻസ് ഹാംലെറ്റ്സ് ഹമാർഷ്യ ഓർ ട്രാജിക് ഫ്ലോ ഈസ് ഹിസ് പ്രൊക്രാസ്റ്റിനേഷൻ. This flow leads to tragedy as Hamlet kills the wrong person and nearly everyone he loves dies. അപ്പൊ ഈ പ്രോക്രാസ്റ്റിനേഷൻ കാരണം തന്നെ ഹാംലെറ്റ് തെറ്റായ ഒരാളെ കൊല്ലുകയും അതുവഴി അദ്ദേഹം സ്നേഹിക്കുന്ന എല്ലാവരും മരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഹാംലെറ്റിന്റെ ട്രാജഡിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ആണ് ഹാംലെറ്റിന്റെ ഹമാർഷ്യ. വാൾട്ടിംഗ് അംബീഷൻ വരുന്നത് മാക്ബത്തിന്റെയാണ്. അടുത്ത ചോദ്യം, സ്വീറ്റ്സ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി ഈസ് ഫ്രം ഷേക്സ്പിയേഴ്സ് പ്ലേ. ഷേക്സ്പിയറിന്റെ ഏത് നാടകത്തിൽ നിന്നുള്ള വരിയാണ് താഴെ തന്നിരിക്കുന്നത്? സ്വീറ്റ്സ് ആർ ദ യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആസ് യു ലൈക്ക് ഇറ്റ് ആണ്. അപ്പൊ ഈ കോട്ടിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. The quote suggests that adversity can have positive uses and that people can learn from their struggles. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സ്വീറ്റ്സ് ആർ ദ യൂസ് ഓഫ് അഡ്വേഴ്സിറ്റി എന്നാണ് അല്ലെ. അപ്പൊ അഡ്വേഴ്സിറ്റിയുടെ യൂസസ് സ്വീറ്റ് ആണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ യൂസ് എന്ന് പറയുന്നത് സ്വീറ്റ് ആണ് എന്ന് പറയാൻ എന്താ കാരണം? നമുക്ക് അഡ്വേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നിന്നും കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. ആസ് യു ലൈക്ക് ഇറ്റിലാണ് ഈ കോട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഹു കോയിൻ ദ ടേം സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്? ഇത് ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ള ഒരു ചോദ്യമാണ്. സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ആരാണ് കോയിൻ ചെയ്തത്? ഓപ്ഷൻ ഡി ആണ്. ഫെർഡിനാൻഡ് ഡെ സെഷ്യൂർ ആണ്. സെഷ്യൂർ ഒരു സ്വിസ് ലിംഗ്വിസ്റ്റ് ആണ്. സെഷ്യൂർ ആണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് എന്നീ രണ്ട് ടേംസ് കോയിൻ ചെയ്തത്. അത് സൈനിന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഇനി സിഗ്നിഫയറും സിഗ്നിഫൈഡും എന്താന്ന് നോക്കാം. സിഗ്നിഫയർ എന്ന് പറഞ്ഞാൽ ദ ഫിസിക്കൽ ഫോം ഓഫ് എ സൈൻ സച്ച് ആസ് എ വേർഡ് ഓർ സൗണ്ട്. ഒരു സൈനിന്റെ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ ഒക്കെ ഫിസിക്കൽ ഫോം, ആ വാക്കിനെയോ സൗണ്ടിനെയോ ആണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫൈഡ് എന്നാൽ മെന്റൽ കോൺസെപ്റ്റ് ആണ്. ആ വാക്ക് പറയുമ്പോൾ, ആ സിഗ്നിഫയർ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ഇമേജ്, ആ മെന്റൽ കോൺസെപ്റ്റിനെയാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. സിഗ്നിഫയറും സിഗ്നിഫൈഡും സൈനിന്റെ രണ്ട് ഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ പ്ലൂറൽ മോർഫീം ഇൻ ദ വേർഡ് ജഡ്ജസ്? ജഡ്ജസ് എന്ന വാക്കിലെ പ്ലൂറൽ മോർഫീമിന്റെ പ്രൊനൗൺസിയേഷൻ, ഇതിൽ പ്ലൂറൽ മോർഫീം വരുന്നത് ലാസ്റ്റ് ഇയസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇസ് എന്നുള്ള സൗണ്ട് ആണ്. In judges, the plural ending is pronounced as is because the base ends in a sibilant sound. കാരണം ഇസ് വരാൻ കാരണം ഒരു സിബിലന്റ് സൗണ്ട്, ജ സൗണ്ടിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇസ് വരുന്നത്. അപ്പം ജഡ്ജസ് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുക. അടുത്ത ചോദ്യം വരുന്നത്, ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലെങ്ത് ആൻഡ് ഷാഡോ ഓഫ് ഡാഷ് കംപ്ലീറ്റ് ദ എമേഴ്സൺ കോട്ട്. അപ്പൊ എമേഴ്സൺ ഒരു കോട്ടാണത് അല്ലെ. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലെങ്ത് ആൻഡ് ഷാഡോ ഓഫ് ഡാഷ്. ഏതായിരിക്കും ഉത്തരം വരിക? ഇൻഡിവിജ്വൽ, വൺ മാൻ, പീപ്പിൾ ആൻഡ് പൊളിറ്റീഷ്യൻ. ഓപ്ഷൻസിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വൺ മാൻ ആണ്. എമേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വൺ മാൻ്റെ, ഒരാളുടെ ഒരു ലെങ്ത് ആൻഡ് ഷാഡോ ആണ്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ലെങ്ത് ആൻഡ് ഷാഡോ ഓഫ് വൺ മാൻ. എമേഴ്സന്റെ കൂട്ടാണ് ഇത്. അടുത്ത ചോദ്യം, ബെർണാഡ് ഷോസ് പ്ലേ ദാറ്റ് ഡീൽസ് വിത്ത് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. അപ്പോൾ ഭാഷകളെ പറ്റി അല്ലെങ്കിൽ ഭാഷയുടെ പല ആസ്പെക്റ്റിനെ പറ്റി പറയുന്ന ബെർണാഡ് ഷോയുടെ പ്ലേ ഏതാണ് എന്നാണ് ചോദ്യം. മിസസ് വാരൻസ് പ്രൊഫഷൻ, മാൻ ആൻഡ് സൂപ്പർമാൻ, പിഗ്മാലിയൻ ആൻഡ് ആംസ് ആൻഡ് ദ മാൻ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. പിഗ്മാലിയൻ ആണ്. പിഗ്മാലിയനിലാണ് ബെർണാഡ് ഷോ ലാംഗ്വേജിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ എലൈസ ഡൂലിറ്റിൽ എന്നൊരു ഫ്ലവർ ഗേളിനെ ലാംഗ്വേജിന്റെ പല ആസ്പെക്റ്റുകളും പഠിപ്പിക്കുകയും ആ ഫ്ലവർ ഗേളിനെ ഒരു ലേഡിയാക്കി മാറ്റുകയും ചെയ്യുകയാണ് ഇതിൽ. അപ്പോൾ ഭാഷയെ പറ്റി പറയുന്ന ഒരു പ്ലേ എന്ന് പറയുന്നത് പിഗ്മാലിയൻ ആണ്. ബെർണാഡ് ഷോ ആണ് ഓതറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ ടൈറ്റിൽ ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് ഈസ് ടേക്കൻ ഫ്രം. അപ്പോൾ ഹാർഡിയുടെ നോവൽ ആയിട്ടുള്ള ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്, അതിന്റെ ടൈറ്റിൽ ഏത് വർക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കിങ് ലിയർ, പാരഡൈസ് ലോസ്റ്റ്, എലജി ആൻഡ് യുലീസസ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. തോമസ് ഗ്രേയുടെ എലജി ആണ്. അപ്പൊ എലജിയിലെ ഒരു വരിയാണ് ഈ
ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ്സ് ഇഗ്നോബിൾ സ്ട്രൈഫ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഹാർഡി ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് എന്ന ടൈറ്റിൽ എടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽസ് ഈസ് നോട്ട് റിട്ടൺ ബൈ ചിനുവ അച്ചെബെ. ചിനുവ അച്ചെബെ എഴുതാത്ത നോവലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വന്നിരിക്കുന്നത് ദ ഇംഗ്ലീഷ് പേഷ്യന്റ്, തിങ്സ് ഫോൾ അപ്പാർട്ട്, ആരോ ഓഫ് ഗോഡ്, എ മാൻ ഓഫ് ദ പീപ്പിൾ. ഏതാണ് ചിനുവ അച്ചെബെ എഴുതാത്തത്? ഇംഗ്ലീഷ് പേഷ്യന്റ് ആണ്. അച്ചെബെ എഴുതിയിട്ടുള്ള വർക്ക് ഇതിൽ തന്നിരിക്കുന്നത് തിങ്സ് ഫോൾ അപ്പാർട്ട്, ആരോ ഓഫ് ഗോഡ്, എ മാൻ ഓഫ് ദ പീപ്പിൾ ആണ്. മൈക്കൽ ഒണ്ടാജയാണ് ദ ഇംഗ്ലീഷ് പേഷ്യന്റ് എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം ദ സ്കൂൾ ഓഫ് ക്രിറ്റിസിസം ദറ്റ് ബിലീവ്ഡ് ഇൻ ഇൻഡെപ്ത് ടെക്സ്റ്റുവൽ അനാലിസിസ്. ഇപ്പോൾ ഒരു വർക്കിനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് ആ വർക്കിൽ തന്നെ നിന്ന് അനലൈസ് ചെയ്യുന്നത് ഏത് സ്കൂൾ ഓഫ് ക്രിറ്റിസിസം ആണ് വിശ്വസിച്ചിരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം, ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം ആൻഡ് ന്യൂ ക്രിറ്റിസിസം. ഏതാണ് ഇൻഡെപ്ത് ടെക്സ്റ്റുവൽ അനാലിസിസ്? ആ ടെക്സ്റ്റിൽ തന്നെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്, ന്യൂ ക്രിറ്റിസിസം ആണ്. ന്യൂ ക്രിറ്റിസിസം ആണ് ക്ലോസ് റീഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. New critics focused only on close reading of the text, not the history or author's life. അപ്പം ആ വർക്കിൽ മാത്രമാണ് ന്യൂ ക്രിറ്റിക്സ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓതറിന്റെ ലൈഫിനോ അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയ സമയത്ത് ആ ഹിസ്റ്ററിക്കോ ഒന്നുമല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ക്ലോസ് റീഡിംഗ് എന്നുള്ള ഒരു രീതിയാണ് ഫോളോ ചെയ്തത്. അപ്പൊ ന്യൂ ക്രിറ്റിസിസം ആണ് ഇൻഡെപ്ത് അനാലിസിസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ടു വിച്ച് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ഡസ് ഇംഗ്ലീഷ് ബിലോങ്. ഇംഗ്ലീഷ് ഏത് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വെസ്റ്റ് ജർമാനിക് ബ്രാഞ്ചിലാണ് വരുന്നത്. ഇംഗ്ലീഷ് ഈസ് പാർട്ട് ഓഫ് ദ വെസ്റ്റ് ജർമാനിക് ബ്രാഞ്ച്. അതിൽ വരുന്ന മറ്റ് ഭാഷകൾ എന്ന് പറയുന്നത് ജർമ്മനും ഡച്ചും ആണ്. അടുത്ത ചോദ്യം വിച്ച് വാസ് ദ പ്രോസസ് ഓപ്പറേറ്റീവ് ഇൻ ദ ഫോം ഓഫ് വേർഡ്സ് ലൈക്ക് പ്രാം, പബ് ആൻഡ് ആഡ്. പ്രാം, പബ് ആൻഡ് ആഡ് ഈ വാക്കുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഈ വാക്കുകളൊക്കെ വലിയ വാക്കുകളെ ചെറുതാക്കിയിട്ടുള്ള വാക്കുകളാണ്. അഡ്വർടൈസ്മെന്റ് എന്നുള്ള ഒരു വലിയ വാക്കിനെയാണ് ചുരുക്കി ആഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രോസസ്സ് എന്താണ് എന്നാണ് ചോദ്യം. ബാക്ക് ഫോർമേഷൻ, ബ്ലെൻഡിങ്, കോയിനേജ് ആൻഡ് ക്ലിപ്പിംഗ്. എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ക്ലിപ്പിംഗ് ആണ്. കാരണം എന്താണ്? വാക്കുകളവിടെ കട്ട് ചെയ്യാണ് അല്ലെ, ക്ലിപ്പ് ചെയ്തിട്ടാണ് പുതിയൊരു വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പെരാംബുലേറ്ററി എന്നാണ് പ്രാം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ഹൗസ് എന്നുള്ള വാക്കിൽ നിന്നാണ് പബ് വന്നിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റിൽ നിന്നാണ് ആഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്ലിപ്പിംഗ് ആണ് നടന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം യോൺ ഫോസെ ഈസ് എ നേറ്റീവ് ഓഫ്. യോൺ ഫോസെ ഏത് നാട്ടുകാരനാണ് എന്നാണ് ചോദ്യം. ഫ്രാൻസ്, ടാൻസാനിയ, നോർവേ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഏതാണ്? യോൺ ഫോസയുടെ നാഷണാലിറ്റി വരുന്നത് നോർവേ ആണ്. 2023 നൊബേൽ പ്രൈസ് ലോറേറ്റ് ആണ് യോൺ ഫോസെ. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് Nissim Ezekiel's poem that deals with the limitations of traditional beliefs and practices. നിസിം എസെക്കിയൽ ട്രഡീഷണൽ ബിലീഫ്സിന്റെയും അതായത് പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളുടെയൊക്കെ ലിമിറ്റേഷൻസിനെ പറ്റി ഏത് പോയത്തിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം. മിഡ് മൺസൂൺ മാഡ്നസ്, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ, പോയറ്റ് ലവർ, ബേർഡ് വാച്ചർ, മൈനോറിറ്റി പോം. ഏതിലാണ്? നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയനിലാണ് അല്ലെ. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയനിലാണ് പോയറ്റിന്റെ മദറിന് ഒരു സ്കോർപ്പിയൻ കടിക്കുകയും അതിനുശേഷം ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വന്ന് ചെയ്യുന്ന കുറെ സൂപ്പർസ്റ്റീഷ്യൻസും ട്രഡീഷണൽ കാര്യങ്ങളെയൊക്കെ പറ്റി പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷൻസിനെ പറ്റി പറയുന്ന പോമാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. അടുത്ത ചോദ്യം ദ സൗണ്ട് ട്, ഡ, സ്, സ്, ന് ആർ എക്സാമ്പിൾസ് ഓഫ്. ട്, ഡ, സ്, സ്, ന് ഈ സൗണ്ട്സ് എന്ത് ടൈപ്പ് സൗണ്ട് ആണ് എന്നാണ് ചോദ്യം. ബൈലാബിയൽസ്, ലാബിയോഡെന്റൽസ്, ആൽവിയോലാർസ് ആൻഡ് വീലാർസ്. ഏതാണ് ട്, ഡ, സ്, സ് ഒക്കെ വരുന്നത്? ഇതെല്ലാം ആൽവിയോലാർ സൗണ്ട്സിലാണ് വരുന്നത്. അടുത്ത ചോദ്യം ദ എക്സ്പ്രഷൻ ഹി ഡ്രാങ്ക് ദ ഹോൾ ബോട്ടിൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അവൻ ആ ഹോൾ ബോട്ടിൽ കുടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഹോൾ ബോട്ടിൽ കുടിച്ചു എന്നാണ് അല്ലെ. ബോട്ടിലാണോ കുടിച്ചത്? ആ ബോട്ടിലിനുള്ളിലുള്ള കാര്യമായിരിക്കും കുടിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാ പറയാ? അവൻ ആ മുഴുവൻ കുപ്പിയും കുടിച്ചു എന്ന്. അപ്പൊ അത് വരുന്നത് മെറ്റോണിമി ആണ്. അവിടെ ആ ലിക്വിഡിന് പകരം ആ കണ്ടെയ്നറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ ആ ലിക്വിഡിന് പകരം കണ്ടെയ്നറിനെയാണ് പറയുന്നത്. അപ്പൊ ഒരു കാര്യത്തിന് പകരം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ പറയുന്നതിനെയാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. നമ്മൾ ഒരു പാക്കറ്റ് എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു പാക്കറ്റിലുള്ള കാര്യങ്ങൾ കഴിച്ചു, പക്ഷെ നമ്മൾ എന്താ പറയുക? ഒരു പാക്കറ്റ് ചിപ്സ് കഴിച്ചു എന്നതിന് പകരം ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് കഴിച്ചു എന്ന് പറയില്ലേ. അപ്പൊ ഇത് മെറ്റോണിമിക്ക് എക്സാമ്പിൾ ആണ്. The figure of speech used in he drank the whole bottle is a metonymy, where the container, that is the bottle, is used to represent the liquid inside it, the actual thing being consumed. അപ്പോൾ ഇവിടെ കണ്ടെയ്നറിന് ലിക്വിഡിന് പകരം കണ്ടെയ്നർ കുടിച്ചു എന്നാണ് പറയുന്നത്. This is a common form of metonymy where a related object stands for its content. കണ്ടോ, റിലേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുന്നതിനെയാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് Arnold's poem that laments the retreating sea of faith.
സീ ഓഫ് ഫെയ്ത്ത്, ഉൾവലിയ, അതായത് വിശ്വാസം കുറഞ്ഞു വരുന്നതിനെ പറ്റി പറഞ്ഞ് വിഷമിക്കുന്ന ഏർണോൾഡിന്റെ പോം, മാത്യു ഏർണോൾഡിന്റെ പോം ഏതാണ് എന്നാണ് ചോദ്യം. ഡോവർ ബീച്ച്, തൈറസസ്, ഇൻ മെമ്മോറിയം, എഡോണൈ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡോവർ ബീച്ച് ആണ്. ഡോവർ ബീച്ചിലാണ് സീ ഓഫ് ഫെയ്ത്ത് റിട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സയൻസിന്റെ ഒക്കെ വരവോടുകൂടി വിശ്വാസം കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ദ ഇമാജിസ്റ്റ് മൂവ്മെന്റ്? ഇമേജിസ്റ്റ് മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആരാണ്? ടി.എസ്. എലിയട്ട്, ജെയിംസ് ജോയ്സ്, എസ്ര പൗണ്ട്, ഏർണസ്റ്റ് ഹെമിംഗ്വേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എസ്ര പൗണ്ട് ആണ്. എസ്ര പൗണ്ട് ആണ് ഇമേജിസ്റ്റ് മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ജനറലി ട്രൂ അബൌട്ട് ഫ്രാൻസിസ് ബേക്കൺ? താഴെ തന്നിരിക്കുന്നതിൽ ഫ്രാൻസിസ് ബേക്കണുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ ഫോറസ്റ്റിക് സ്റ്റൈൽ, ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, ഐഡിയലിസ്റ്റ് ഫിലോസഫി, തീംസ് റിലേറ്റഡ് ടു വേർഡ്ലി വിസ്ഡം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഐഡിയലിസ്റ്റ് ഫിലോസഫിയാണ് ബേക്കണുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത്. അടുത്ത ചോദ്യം, which of the following scenes is not an example of the expressionistic technique used in O'Neill's The Emperor of Jones? യുജീൻ ഓണിയിൽ എന്ന് പറഞ്ഞ റൈറ്ററിന്റെ എംപറർ ഓഫ് ജോൺസ് എന്ന വർക്ക് കുറെ എക്സ്പ്രഷനിസ്റ്റിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നത് അതിലെ സീൻസ് ആണ്. ഇതിൽ എക്സ്പ്രഷനിസ്റ്റിക് ടെക്നിക് യൂസ് ചെയ്യാത്ത സീനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് വരുന്നത് ദ ബീറ്റിംഗ് ഓഫ് ടോം ടോം, ദ അപ്പിയറൻസ് ഓഫ് സ്മിത്തേഴ്സ്, ദ സിൽവർ ബുള്ളറ്റ്, ദ സിംബൽ ഓഫ് ദ ഫോറസ്റ്റ്. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ അപ്പിയറൻസ് ഓഫ് സ്മിത്തേഴ്സ് ആണ്. എക്സ്പ്രഷനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എക്സ്പ്രഷനിസം ഷോസ് ഇന്നർ സ്റ്റേറ്റ്സ്, അതായത് ഒരു ക്യാരക്ടറിന്റെ ഇന്നർ സ്റ്റേറ്റ്, അയാളുടെ മനസ്സിലെ ചിന്തകൾ സ്ക്രീനിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ടോം ടോമിന്റെ ബീറ്റ്, ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ബീറ്റ്, ഫോറസ്റ്റ് അല്ലെങ്കിൽ സിൽവർ ബുള്ളറ്റ് ഒക്കെ കാണിക്കുന്നത് ഒരു ഇന്നർ സ്റ്റേറ്റ് ആണ്. പക്ഷെ സ്മിത്തേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു റിയലിസ്റ്റിക് ക്യാരക്ടർ ആയിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ സ്മിത്തേഴ്സ് ആണ് എക്സ്പ്രഷനിസ്റ്റിക് ടെക്നിക്കിൽ വരാത്ത സീൻ. ബാക്കിയെല്ലാം ടോം ടോം ബീറ്റ്സ്, ഫോറസ്റ്റ്, സിൽവർ ബുള്ളറ്റ് എല്ലാം എക്സ്പ്രഷനിസ്റ്റിക് ടെക്നിക്ക് കാണിക്കുന്ന സീൻസ് ആണ്. അടുത്ത ചോദ്യം വരുന്നത്, which of the following is not a feature of PS grammar? PS ഗ്രാമറിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? treats constituents as continuous units, fails to account for lexical and structural ambiguity, cannot account for inter-sentence relationship, grammar is generative. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗ്രാമർ ഈസ് ജനറേറ്റീവ് ആണ് PS ഗ്രാമറിൽ വരാത്തത്. PS ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ ആണ്. ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ ജനറേറ്റീവ് അല്ല. ജനറേറ്റീവ് ഏതാണ്? ചോംസ്കിയുടെ ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ ആണ് ജനറേറ്റീവ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ. ഇവിടെ PS ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഫ്രേസ് സ്ട്രക്ചർ ഗ്രാമർ ആണ്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ട്രീറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ് ആസ് കണ്ടിന്യൂസ് യൂണിറ്റ്, ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ലെക്സിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ആംബിഗ്വിറ്റി, കനോട്ട് അക്കൗണ്ട് ഫോർ ദ ഇന്റർ സെന്റൻസ് റിലേഷൻഷിപ്പ്. ഇതെല്ലാം PS ഗ്രാമറിന്റെ ഫീച്ചേഴ്സ് ആണ്. ജനറേറ്റീവ് എന്ന് പറയുന്നത് ചോംസ്കിയുടെ ജനറേറ്റീവ് ഗ്രാമറിന്റെ ആണ്. അടുത്ത ചോദ്യം, ഹു വാസ് ദ പ്രൊപ്പോണന്റ് ഓഫ് ദ ടച്ച്സ്റ്റോൺ മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം? ടച്ച്സ്റ്റോൺ മെത്തേഡിന്റെ പ്രൊപ്പോണന്റ് ആരാണ്? ഓപ്ഷൻസ് വന്നത് ജോൺ ഡ്രൈഡൻ, അലക്സാണ്ടർ പോപ്പ്, I.A. റിച്ചാർഡ് ആൻഡ് മാത്യു അർണോൾഡ്. ആരാണ്? മാത്യു അർണോൾഡ് ആണ്. മാത്യു അർണോൾഡ് ആണ് ടച്ച്സ്റ്റൺ മെത്തേഡ് കൊണ്ടുവന്നത്. ടച്ച്സ്റ്റൺ എന്ന് പറഞ്ഞാൽ ഉരച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റ് റൈറ്റേഴ്സിന്റെ വർക്കുമായിട്ട് നമ്മുടെ ഗിവൺ വർക്ക് കമ്പയർ ചെയ്യുക. അപ്പൊ അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും വാല്യൂ ഇതിനുണ്ടോ, അതിനൊപ്പം നിൽക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക് ഗ്രേറ്റ് വർക്ക് ആണെന്ന് നമുക്ക് പറയാം. ഗ്രേറ്റ് റൈറ്റേഴ്സിന്റെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുക, അതിനെയാണ് നമ്മൾ ടച്ച്സ്റ്റൺ മെത്തേഡ് എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നിട്ടുള്ളത് മാത്യു അർണോൾഡ് ആണ്. അടുത്ത ചോദ്യം എന്താണ്? ദ നോവലിസ്റ്റ് ഹു ഡീൽസ് വിത്ത് ശ്രീലങ്കൻ ഡയസ്പോറ. ശ്രീലങ്കൻ ഡയസ്പോറയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്ന റൈറ്റർ ആരാണ്? മൈക്കൽ ഒണ്ടാഡ്ജി, വോൾസോയിങ്ക, മാർഗരറ്റ് ആറ്റ്വുഡ് ആൻഡ് സിറിൽ ഡാബിഡീൻ. ആരാണ്? ഓപ്ഷൻ എ ആണ്, മൈക്കൽ ഒണ്ടാഡ്ജി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഗോൾഡിങ്സ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ഈസ് എ സാവേജ് റിപ്ലൈ ടു ദ ഒപ്റ്റിമിസം ഓഫ് ബാലന്റൈൻസ്. അപ്പോൾ ഗോൾഡിങ്ങിന്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് പറഞ്ഞ വർക്ക് ബാലന്റൈന്റെ ഏത് വർക്കിന് ഉള്ളൊരു റിപ്ലൈ ആയിട്ടാണ് വന്നത് എന്നാണ്. ഓപ്ഷൻസ് വരുന്നത് ഗൊറില്ല ഹണ്ടേഴ്സ്, ദ കോറൽ ഐലൻഡ്, ദ ഐലൻഡ് ക്വീൻ, ഹണ്ടഡ് ആൻഡ് ഹാരീഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ കോറൽ ഐലൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗോൾഡിങ്സ് ലോർഡ് ഓഫ് ദ ഫ്ലൈസ് റിപ്ലൈസ് ടു ബാലന്റൈൻസ് ഓവർലി ഓപ്റ്റിമിസ്റ്റിക്, ദ കോറൽ ഐലൻഡ്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽസ് ഈസ് നോട്ട് റിട്ടൺ ബൈ അമിതാവ് ഘോഷ്? അപ്പൊ താഴെ തന്നിരിക്കുന്ന വർക്ക്സിൽ അമിതാവ് ഘോഷിന്റേതല്ലാത്ത വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ടു ലൈഫ്സ്, ദ ഹംഗ്രി ടൈഡ്, ദ ഷാഡോ ലൈൻസ്, റിവർ ഓഫ് സ്മോക്ക്. ആൻസർ ഓപ്ഷൻ
എ ആണ്. 2 Lives ആണ്. 2 Lives വിക്രം സേത്തിന്റെ ഒരു വർക്കാണ്. വിക്രം സേത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ആണ്. അപ്പോൾ 2 Lives വിക്രം സേത്തിന്റെ വർക്കാണ്. ബാക്കി 3 വർക്ക്സും ഏതൊക്കെയാണ്? ഹംഗ്രി ടൈഡ്, ദി ഷാഡോ ലൈൻസ്, റിവർ ഓഫ് സ്മോക്ക്, ഇത് 3ഉം അമിതാവ് ഘോഷിന്റെ വർക്കാണ്. അടുത്ത ചോദ്യം വരുന്നത് ഹിയർ ഈസ് ഗോഡ്സ് പ്ലെന്റി ഇസ് ദ റിമാർക്ക് മെയ്ഡ് ബൈ ജോൺ ഡ്രൈഡൻ അബൌട്ട്. ജോൺ ഡ്രൈഡൻ ആരുടെ വർക്കിനെ പറ്റിയാണ് ഹിയർ ഈസ് ഗോഡ്സ് പ്ലെന്റി എന്ന റിമാർക്ക് പറഞ്ഞിട്ടുള്ളത്? ഓപ്ഷൻസ് വരുന്നത് ബൊക്കാഷിയോസ് ഡിക്കാമറോൺ, മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്, ഈസോപ്സ് ഫേബിൾസ്, ചോസേഴ്സ് പ്രൊലോഗ്. ഏതാണ് ഡ്രൈഡൻ ഇത് പറഞ്ഞിട്ടുള്ളത്? ചോസറിന്റെ പ്രൊലോഗിനെ പറ്റിയാണ്. അതിനെ പറ്റിയാണ് ഹിയർ ഈസ് ഗോഡ്സ് പ്ലെന്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതാരാണ്? ഡ്രൈഡൻ ആണ്. അടുത്ത ചോദ്യം Browning's poem in which the speaker is a murderer who strangled his lover with her own hair. സ്വന്തം മുടി കൊണ്ട് ലവറിനെ മർഡർ ചെയ്ത ഒരു സ്പീക്കറുള്ള ഒരു പോം. ബ്രൗണിങ്ങിന്റെ വർക്ക് ഏതാണെന്നാണ് ചോദ്യം. മൈ ലാസ്റ്റ് ഡച്ചസ്, ഫ്രാ ലിപ്പോലിപ്പി, പോർഫിറിയാസ് ലവർ ആൻഡ് ആൻഡ്രിയ ഡെൽ സാറ്റോ. ആൻസർ സി ആണ്. ഓപ്ഷൻ സി പോർഫിറിയാസ് ലവർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിലാണ് സ്പീക്കർ ഒരു മർഡറർ ആണ്. സ്വന്തം ലവറിനെ ഹെയർ കൊണ്ട് സ്ട്രാങ്കിൾ ചെയ്ത് മർഡർ ചെയ്ത ഒരു സ്പീക്കറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത് ഇറ്റ് വാസ് എ ബ്രൈറ്റ് കോൾഡ് ഡേ ഇൻ ഏപ്രിൽ ആൻഡ് ദ ക്ലോക്സ് were striking 13 is the opening line of. ഇത് ഏത് വർക്കിന്റെ ഫസ്റ്റ് ലൈൻ ആണ് എന്നാണ് ചോദ്യം. ലൈൻ ഒന്നുകൂടി നോക്കാം നമുക്ക്. ഇറ്റ് വാസ് എ ബ്രൈറ്റ് കോൾഡ് ഡേ ഇൻ ഏപ്രിൽ, കോൾഡ് ഡേ ഇൻ ഏപ്രിൽ ആൻഡ് ദ ക്ലോക്സ് were striking 13. ക്ലോക്കിൽ ഏതായിരുന്ന സമയം 13 ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഏത് വർക്കിന്റെ ആയിരിക്കും? മോബി ഡിക്ക്, ബ്രേവ് ന്യൂ വേൾഡ്, 1984 ആൻഡ് യുലിസസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ജോർജ് ഓർവെലിന്റെ 1984 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് നോവലാണ്. ജോർജ് ഓർവെല് മുൻപേ 1984 പറ്റി മുൻപേ എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അടുത്ത ചോദ്യം വരുന്നത് ദ ഫെമിനിസ്റ്റ് ഹു ഡിക്ലെയർഡ് വൺ ഈസ് നോട്ട് ബോൺ എ വുമൻ ബട്ട് ബിക്കംസ് വൺ. ഏത് ഫെമിനിസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്? ഒരാൾ ഒരു സ്ത്രീ ആയിട്ടല്ല ഒരിക്കലും ജനിക്കുന്നത്, പക്ഷെ സ്ത്രീ ആവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് സിമോൺ ദെ ബുവ ആണ്. ദ സെക്കൻഡ് സെക്സ് എന്ന വർക്കിലാണ്, ഒരു ഇൻഫ്ലുവൻഷ്യൽ വർക്കാണ്. ആ വർക്കിലാണ് ബുവ പറഞ്ഞിരിക്കുന്നത് വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൺ എന്ന്. അപ്പോൾ അവിടെ ബിക്കംസ് എ വുമൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജെൻഡർ റോൾ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ബൈ ബർത്ത് കിട്ടുന്നതല്ല. അയാളുടെ ഒരു ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റൽ ഫോഴ്സിന്റെയും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. ഒരു ബയോളജിക്കലി മാത്രമല്ല എന്നാണ് ബുവ ഇതിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ദ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. അടുത്ത ചോദ്യം The line, the child is the father of the man is from Wordsworth poem. വേർഡ്സ്വർത്തിന്റെ പോയത്തിൽ ഒരു ലൈനാണ് the child is the father of the man. അത് ഏത് വർക്കിലാണ്? Immortality Ode, The Prelude, I wandered lonely as a cloud, The Rainbow. ഏത് വർക്കിലാണ് വേർഡ്സ്വർത്ത് പറയുന്നത് child is the father of man എന്ന്? The Rainbow എന്ന വർക്കിലാണ്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ആർതർ മില്ലേഴ്സ് പ്ലേ റിലേറ്റഡ് ടു ദ മാനുഫാക്ചർ ഓഫ് ഡിഫക്റ്റീവ് എയർപ്ലെയിൻ പാർട്സ്. ഇപ്പോൾ ഡിഫക്റ്റീവ് എയർപ്ലെയിൻ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്നതിനെ പറ്റി ഏത് പ്ലേയിലാണ് ആർതർ മില്ലറിന്റെ ഏത് പ്ലേയിലാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻസ് വരുന്നത് ദ ക്രൂസിബിൾ, ഓൾ മൈ സൺസ്, ദ മിസ്ഫിറ്റ്സ്, ആഫ്റ്റർ ദ ഫോൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൾ മൈ സൺസ് ആണ് ആൻസർ. ദ പ്ലേ ഈസ് അബൌട്ട് സെല്ലിംഗ് ഡിഫക്റ്റീവ് എയർപ്ലെയിൻ പാർട്സ് ഡ്യൂറിംഗ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിൽ ഡിഫക്റ്റീവ് എയർപ്ലെയിൻ പാർട്സ് സെല് ചെയ്യുന്നതിനെ പറ്റിയാണ് ഓൾ മൈ സൺസ് എന്ന ആർതർ മില്ലറിന്റെ പ്ലേയിൽ പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത് Earth is the right place for love. The line figures in the poem. Earth is the right place for love എന്ന് ഏത് പോയത്തിലാണ് പറയുന്നത്? മെൻറ്റിംഗ് വാൾ, ബർച്ചസ്, ഫയർ ആൻഡ് ഐസ്, ദ റോഡ് നോട്ട് ടേക്കൺ. ഏതിലാണ്? ബർച്ചസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ആനന്ദമഠ് ഈസ് ഇൻസ്പയർഡ് ആൻഡ് സെറ്റ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ്. ആനന്ദമഠ് എന്ന നോവൽ ഏത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സന്യാസി റെബല്യൻ ആണ്. സന്യാസി റെബല്യന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ് എന്ന നോവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 18th സെഞ്ചുറി ബംഗാളാണ് ഇതിൽ സെറ്റിംഗ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം ബെൻ ജോൺസൺസ് റിമാർക്ക് അബൌട്ട് ദ മൈറ്റി ലൈൻ ഓഫ് മാർലോ റെഫേഴ്സ് ടു. ഇപ്പൊ മാർലോന്റെ എന്ത് ടൈപ്പ് ലൈൻസ് അല്ലെങ്കിൽ എന്ത് മീറ്ററിനെയാണ് ബെൻ ജോൺസൺ മൈറ്റി ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ബ്ലാങ്ക് വേഴ്സ് ആണ്. ബ്ലാങ്ക് വേഴ്സിനെ പറ്റിയാണ് ബെൻ ജോൺസൺ മാർലോസ് മൈറ്റി ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.